ഇവിടെ പ്രേക്ഷകർ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക് തുടരുകയാണ്. 140 മണ്ഡലങ്ങളിലൂടെ നമ്മുടെ വാർത്താവതാരകരും റിപ്പോർട്ടേഴ്സും നടത്തുന്ന യാത്ര തുടരുകയാണ്. രാഷ്ട്രീയ കേരളം ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നിയമമണ്ഡലം. ഷെബീദ് റാവുത്തർ നേമത്തു നിന്നും തത്സമയം ചേരുന്നു. ഷെബീദ്, യഥാർത്ഥത്തിൽ നാളെ കലാശക്കൊട്ടാണ്. അന്തിമ പോരാട്ടത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഉറപ്പായിട്ടും, കാരണം എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ആവേശത്തോട് ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം. കാരണം ശക്തമായ ത്രികോണ മണ്ഡലത്തിനപ്പുറത്തേക്ക് ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി ഒരു സീറ്റ്, ഒരു അക്കൗണ്ട് നേടിക്കൊടുത്ത മണ്ഡലത്തിൽ 2016 സംഭവിച്ചത്. 2021 വി ശിവൻകുട്ടിയിലൂടെ ലോക്കിട്ട് പൂട്ടിയെന്ന് CPM പറയുന്നു. 2026 എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെയുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ആകാംക്ഷ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നേമത്ത് കണ്ടത് കൊണ്ടുപിടിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് വരെ ബി.ജെ.പി അതിൽ അവരുടെ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു നിൽക്കുന്ന സജീവ രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ ആവേശം സ്വാഭാവികമായും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ്. നമുക്കറിയാം രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ കൂടുതലും നടക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഇവിടെ ഈ വൈകുന്നേരത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ അധികവും ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം തേടാം. അമ്മ എവിടെ, വീട് എവിടാ, വോട്ട് എവിടാ അമ്മയുടെ? എന്റെ വോട്ട് കണ്ടട. ഈ നിയമത്തെ കുറിച്ച് അറിയാമോ? നിയമമണ്ഡലത്തെ കുറിച്ച് അറിയാം. ആര് ജയിക്കും? എന്റെ ആഗ്രഹം പറയണമെങ്കിൽ LDF ജയിക്കും. LDF? അതെ. എന്താ അങ്ങനെ പറയാൻ? ഞാൻ മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് സർക്കാരിനെതിരെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇല്ല, എനിക്ക് വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ഭയങ്കര മത്സരമാണ് ബി.ജെ.പി ഒക്കെ. ആണ്. അതുകൊണ്ടാണ് എനിക്കൊരു ഇത് ഒരു ജയിക്കണം. അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ രാഷ്ട്രീയ നിലപാട് അമ്മ പറഞ്ഞത്. കൂടുതൽ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾ, ഇത് വൈകുന്നേരങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂജപ്പുര. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്കെയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കാൻഡിഡേറ്റ് ആയിരുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു. ആ രാജീവ് ചന്ദ്രശേഖർ നേടിയത് ഏതാണ്ട് 60,000-ഓളം വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അത്രയും വോട്ട് വിഹിതം അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ പോസിറ്റീവ് എലമെന്റ് അത് ബി.ജെ.പിയെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിവിടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്, അവരോട് ചോദിക്കാം. ചേട്ടാ, നിയമത്താണ് വോട്ട്? നിയമത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാ തോന്നുന്നത്? എനിക്ക് അതിനെ കുറിച്ച് വിലയിരുത്താൻ ഞാൻ ഔട്ട്സൈഡറാണ്. ഇവിടെ നിൽക്കുന്ന ഒരാളെന്ന എന്താ തോന്നുന്നത്? ഒരു ശക്തിയേറിയ മത്സരമായിരിക്കും നിയമമണ്ഡലത്തിൽ നടക്കുന്ന കാര്യം. തിരുവനന്തപുരം സെൻട്രലിനെക്കാട്ടിയും ഏറ്റവും ഒരു വലിയ ശക്തിയേറിയ മത്സരമായിരിക്കും നിയമമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അവരുടെ അക്കൗണ്ട് അതെ, നിയമത്തായിരിക്കും, ബി.ജെ.പി ആയിരിക്കും അക്കൗണ്ട് തുറക്കുന്നത്. വിശ്വാസമുണ്ട്. ഏതായാലും അങ്ങനെയാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കും. അത് തന്നെയാണ് നിയമത്തെ ശ്രദ്ധേയമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, എവിടെ വോട്ട്? എവിടാ? നിയമത്താണ്. നിയമത്തെ എന്താ സ്ഥിതി? എന്താ നിയമത്ത് ആര് ജയിക്കും? ചന്ദ്രശേഖരൻ. ഉറപ്പാണ്. ഒരു അങ്ങനെ പറയാൻ കാരണം ആരുടെ രീതി അവിടെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കണ്ടിരുന്നു. ആർക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻകൈ ഉള്ളത്? ഇത് രാജീവ് ചന്ദ്രശേഖരൻ. ചേട്ടൻ ഏത് മണ്ഡലം? ചേട്ടാ, എനിക്ക് നിയമമണ്ഡലം. എന്താ അവസ്ഥ? എന്താ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം ഞങ്ങള് ശിവൻകുട്ടിയുടെ വർക്കറാണ്. അതെ, ശിവൻകുട്ടി ജയിക്കും. വീണ്ടും അവിടെ ലോക്കിട്ട് പൂട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശിവൻകുട്ടി അല്ല, ജയിച്ചിരിക്കും. ഉറപ്പാണ്. നല്ല വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ കൂടുതൽ ചേട്ടാ, ഇവിടെ വോട്ട് എവിടാ? എന്താ നിയമത്തെ അവസ്ഥ? എന്താ ഇപ്പം നാളെ കലാശക്കൊട്ടാണ്. എന്താ നിയമത്തെ അവസ്ഥ? എന്താ നിയമത്തെ അവസ്ഥ? ടൈറ്റ് ഫൈറ്റിംഗ് ആണ്. ആര് ജയിക്കുമെന്ന് ഇപ്പോഴും 4-ാം തീയതി പറയാൻ പറ്റുള്ളൂ. പെട്ടി തുറക്കുമ്പോഴേ പറയാൻ പറ്റും ആര് ജയിക്കും. അത്രേ ഉള്ളൂ. കാരണം നല്ല ടൈറ്റാണ് അവർ. 3 മുന്നണികളും നല്ല പ്രചരണമാണ്. അതുകൊണ്ട് ബി.ജെ.പി അക്കൗണ്ട് തുറന്നൊരു മണ്ഡലമാണ് നിയമം. അത് പിന്നീട് 2021 ശിവൻകുട്ടി അത് ലോക്കിട്ട് പൂട്ടി. ചേട്ടൻ എന്താ തോന്നുന്നു? ഇത്തവണ അത് അങ്ങനെ ആയിരിക്കുമോ അതോ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമോ? അത് ഏതായാലും 4-ാം തീയതി പറയാം. 4-ാം തീയതി പറയുള്ളൂ. അത്രേ ഉള്ളൂ. അതുവരെ ആകാംക്ഷയാണ്. അതത്രേ ഉള്ളൂ. എന്താ ചേട്ടൻ ഏത് മണ്ഡലത്തിലാ? വോട്ട് എവിടാ? ഇവിടെ തന്നെയാ. എന്താ തോന്നുന്നത്? എന്താ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എങ്കിലും നമ്മൾ ഇത് ഭയങ്കര പ്രചരണമൊക്കെ ആയിരുന്നു. എന്താ തോന്നുന്നത്? അങ്ങനെ ഒരു പ്രത്യേകിച്ചും തോന്നുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വോട്ടുണ്ട്, നമ്മൾ ചെയ്യും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആര് ജയിക്കും? ഇല്ല, നമ്മൾ പറ്റും. എസ് കെ, അതാണ് നിയമമണ്ഡലത്തിലെ കാര്യം. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഡിക്ഷന് നിയമത്ത് ഒരു തരത്തിലുള്ള സ്കോപ്പുമില്ല. കാരണം ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത മാസം വോട്ടെണ്ണുമ്പോൾ മാത്രമായിരിക്കും ആരാണ് ജയിക്കുക എന്നുള്ള കാര്യം അറിയാൻ കഴിയുക. ഏതായാലും കലാശക്കൊട്ട് ഒരുപക്ഷെ പാപ്പനംകോടോ അല്ലെങ്കിൽ കരമനയിലോ ആയിരിക്കും. അവിടെ വലിയ ആവേശം അത് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കോൺഗ്രസ് ഇത്തവണ ഈ അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് വാർഡുകൾ നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏതായാലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ മന്ത്രി വി ശിവൻകുട്ടി, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം KS ശബരിനാഥൻ, ഈ 3 പേരും മത്സരിക്കുന്ന നേമത്ത് തെരഞ്ഞെടുപ്പ് അൺപ്രഡിക്റ്റബിൾ ആണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് നേമത്ത് നിന്ന് ചേർന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.